നമസ്കാരം. സ്വർണത്തിനും സ്വർണശേഖരത്തിനുമൊക്കെ പുറകെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. സൗദി അറേബ്യയും ചൈനയും ഒക്കെ ഭൂമിക്കടിയിൽ സ്വർണശേഖരം കണ്ടെത്തിയെന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള സ്വർണ്ണഖനിയും വാർത്തകൾ നിറഞ്ഞിരുന്നു. ലോകത്തെ പ്രധാന സ്വർണ്ണഖനികളിൽ ഒന്നാണ് പാകിസ്ഥാനിലേത്. എന്നാൽ ഇതൊക്കെ ഉള്ളപ്പോഴും കാലിഫോർണിയയിലെ സാൾട്ടൺ കടലിന്റെ ഉപരിതലത്തിനടിയിൽ നിന്ന് 18 ദശലക്ഷം ടൺ ലിഥിയം കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ $540 ബില്യൺ മൂല്യമുള്ള ലിഥിയം ശേഖരമാണിത്. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 46.28 ലക്ഷം കോടി രൂപ മൂല്യം വരും. കാലിഫോർണിയയിലെ ഏറ്റവും വലിയ തടാകമാണ് സാൾട്ടൺ. വൈറ്റ് ഗോൾഡ് എന്നും അറിയപ്പെടുന്ന ലിഥിയത്തിന്റെ വലിയ ശേഖരം കണ്ടെത്തിയത് ബാറ്ററി വ്യവസായത്തിന് ഒരു വിപ്ലവകരമായ കണ്ടെത്തലായിരിക്കും. എന്നിരുന്നാലും പാരിസ്ഥിതിക അപകട സാധ്യതകൾക്കും ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ഈ കണ്ടെത്തലിന് ചില സങ്കീർണതകൾ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ കണ്ടെത്തിയ ലിഥിയത്തിന്റെ അളവ് ഏകദേശം 382 ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് സൂചന. ഇത് നിലവിൽ US-ലുള്ള വാഹനങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ലിഥിയം കണ്ടെത്തൽ US-നെ സ്വയം പര്യാപ്തമാക്കുമെന്ന് പഠനത്തിൽ പങ്കാളിയായ മൈക്കൽ മക്കിബൈൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം ഉപ്പുവെള്ള നിക്ഷേപങ്ങളിൽ ഒന്നാണിത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റിനെ ലിഥിയത്തിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമാക്കുകയും ചൈന വഴി ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം സാൾട്ടൺ കടലിനെ സൗദി അറേബ്യ ഓഫ് ലിഥിയം എന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ലിഥിയം ശേഖരം കണ്ടെത്തിയെങ്കിലും മുന്നോട്ടുള്ള പ്രക്രിയകൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ശേഖരത്തിൽ നിന്ന് വൈറ്റ് ഗോൾഡ് വേർതിരിച്ചെടുക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രക്രിയയാണ്. ലിഥിയം സമ്പുഷ്ടമായ ഉപ്പുവെള്ളം ലഭിക്കുന്നതിന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അടിത്താഴെയായി ഒരു ഡ്രില്ലിംഗ് പ്രക്രിയ നടത്തേണ്ടതുണ്ട്. ഇത് പാരിസ്ഥിതിക തടസ്സങ്ങൾക്ക് കാരണമാകും. അമിതമായ ജല ഉപഭോഗവും പാരിസ്ഥിതിക ആഘാതവുമാണ് മറ്റ് വെല്ലുവിളികൾ. ലിഥിയം പിൻവലിക്കുമ്പോൾ ഈ പ്രക്രിയയ്ക്ക് വെള്ളം ആവശ്യമായി വരും. ഇത് പ്രദേശത്തിന്റെ പ്രാഥമിക ജലസ്രോതസ്സായ കൊളറാഡോ നദിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. നിരവധി നിവാസികൾ വിഭവങ്ങൾക്കായി സാൾട്ടൺ തടാകത്തെ ആശ്രയിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷത്തിൽ പരം നിവാസികൾ ഇതിനെ ആശ്രയിക്കുന്നതായി പറയപ്പെടുന്നു. കൂടാതെ വലിയ തോതിലുള്ള ഖനനം പ്രദേശത്തെ ഉയർന്ന ആസ്മ നിരക്കുകളുടെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടും. ഖനനം തദ്ദേശീയ അമേരിക്കൻ സൈറ്റുകളെയും ബാധിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നിരുന്നാലും ലിഥിയം വേർതിരിച്ചെടുക്കൽ US-ലെ ഏറ്റവും ദരിദ്ര പ്രദേശങ്ങളിലൊന്നായ ഇംപീരിയൽ കൗണ്ടിക്ക് ഗുണം ചെയ്യും. ലിഥിയം വേർതിരിച്ചെടുക്കലിന് നികുതി ചുമത്താനും വരുമാനത്തിന്റെ 80% പ്രാദേശിക പദ്ധതികൾക്ക് അനുവദിക്കാനും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.